അച്ഛൻ ആദ്യമായിട്ട് സെമിനാരിലേക്ക് പോയ സമയത്ത് ഫാമിലി വിട്ടു പോകുമ്പോൾ അന്ന് അച്ഛൻ അത് വിഷമമായിട്ട് ഫീൽ ചെയ്തോ? ഇപ്പോഴും ഫാമിലി മാറി നിൽക്കുന്നതിന്റെ ആ ഒരു വിഷമം അതെങ്ങനെയാണ് അച്ഛൻ ഹാൻഡിൽ ചെയ്യുന്നത്? മനുഷ്യനാണല്ലോ, അതുകൊണ്ട് തന്നെ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് അൾത്താരയിലേക്ക് കൊണ്ടുപോയിട്ട് മാതാപിതാക്കള് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അൾത്താരയിൽ കയറ്റിവിടുന്ന ഒരു സീനും. അത് ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ നേരെ പൗരോഹിത്യ വാർഷികത്തിന്റെ സമയത്ത് ഞാൻ വീഡിയോ ഇട്ട് കാണുന്നുണ്ട്. അതിനകത്ത് ലിറ്ററലി ഞാൻ കരയുമോ, എൻ്റെ അമ്മ കരയുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കണ്ണുനീര് വീഴുന്ന എനിക്ക് ഫീൽ ചെയ്യാം. അപ്പൊ നമ്മളും അതിനോടൊപ്പം കരയുവാണ്. കാരണം എന്നേക്കുമായിട്ട് മകനെ അൾത്താരയിലേക്ക് മാതാപിതാക്കൾ കൊടുക്കുവാണ്. അപ്പൊ ആ ഭാരം നമുക്കുണ്ട്. കാരണം എന്നേക്കുമായിട്ട് നമ്മള് വീട്ടിൽ നിന്ന് പോരുവാണ്. കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. സംശയമൊന്നും ഇല്ലല്ലേ? നിനക്ക് സംശയം കാണുമായിരിക്കും, എനിക്ക് സംശയമില്ലേ? അപ്പോ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ കൂടപ്പുറങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ഇരട്ടിയായിട്ട് തരും. അത് ശരിക്കും ലിറ്ററലി ഞാൻ എൻ്റെ ഈ സമർപ്പണ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഒത്തിരി പേരെ മമ്മിന്ന് വിളിക്കുന്നവരുണ്ട്, പപ്പയെന്ന് വിളിക്കുന്നവരുണ്ട്, സഹോദരി എന്ന് വിളിക്കുന്നവരുണ്ട്, സഹോദരൻ എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഒത്തിരി കുടുംബങ്ങളില് ഒരു ഭാഗമായിട്ട് തമ്പുരാനെ മാറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ, വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ വിഷമവും സങ്കടമൊന്നും ഇല്ല. കാരണം എന്താ, പൗലോസിലേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോയെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നുണ്ട്. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞ് അയ്യോ വീട്ടുകാർ വിട്ടുപോകണമെന്നില്ല. അങ്ങനെ സങ്കടങ്ങൾക്ക് അപ്പുറമായിട്ട് മുന്നോട്ട് പോകാനും മുന്നോട്ട് ചിന്തിക്കാനും അതിനേക്കാൾ ഉപരി മുന്നോട്ടുള്ള ശുശ്രൂഷ ജീവിതത്തിലൊരു ആത്മീയ ആനന്ദത്തിലായിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ വീട്ടുകാരെ വിട്ടുപോകുന്നതിന്റെ ഇപ്പൊ സങ്കടമൊന്നും വിഷമൊന്നുമില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു സമയം വല്ലാത്തൊരു സമയമായിരുന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെ വീട്ടുകാരെ കാണുമെന്നൊക്കെ തോന്നുന്നൊരു സമയം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ വിഷമങ്ങളും